ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചവൻ ഭാഗ്യവാൻ. എന്നേക്കും ജീവിക്കുന്നവൻ പ്രപഞ്ചം സൃഷ്ടിച്ചു. കർത്താവ് മാത്രമാണ് നീതിമാൻ. അവിടുത്തെ മഹത്തായ പ്രവൃത്തികൾ അളക്കാൻ ആർക്ക് കഴിയും? അവിടുത്തെ മഹത്വപൂർണമായ ശക്തി തിട്ടപ്പെടുത്താൻ ആർക്ക് സാധിക്കും? കർത്താവിൻ്റെ കരങ്ങളാണ് ഭൂമിയെ നിയന്ത്രിക്കുന്നത്. മനുഷ്യൻ്റെ വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ്. അവിടുത്തെ കാരുണ്യം വർണ്ണിക്കാൻ ആർക്കും സാധിക്കുകയില്ല. അവ കൂട്ടുകയോ കുറയ്ക്കുകയോ സാധ്യവുമല്ല. അവിടുത്തെ അത്ഭുതങ്ങളെ അളക്കാൻ ആർക്കും കഴിയുകയില്ല. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനായി മാറത്തു പൊൻകച്ചണിഞ്ഞും കാണുന്നേശുവേ. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനായി മാറത്തു പൊൻകച്ചണിഞ്ഞും കാണുന്നേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഞങ്ങളുടെ സർവശക്തനായ ദൈവമേ, ഇന്നേ ദിവസം ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ അങ്ങ് ചൊരിഞ്ഞ എല്ലാ അത്ഭുത പ്രവൃത്തികളെയും ഓർത്ത് യേശുവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവിടുത്തെ പരിശുദ്ധ നാമത്തെ സ്തുതിക്കുവാനും അങ്ങേക്ക് നന്ദി പറയുവാനും അടിയനെ യോഗ്യയാക്കിയ വലിയ കൃപയോർത്ത് കർത്താവെ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ കുറവുകളിലേക്കല്ല കർത്താവെ, അങ്ങൻ്റെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടെന്നേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. എൻ്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടെന്നേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. സർവശക്തനായ ദൈവമേ, ഈ നിമിഷം എൻ്റെ എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളായാലും കണ്ണുനീരായാലും അതിനെല്ലാം മറുപടി നൽകുവാൻ തക്കവണ്ണം ശക്തനായ എൻ്റെ പൊന്നേശുവേ, അവർക്ക് വേണ്ടി കർത്താവെ ഞാനിതാ പ്രാർത്ഥിക്കുന്നു. അവരുടെ വേദനകളിലേക്ക്, വിഷമതകളിലേക്ക് അങ്ങിറങ്ങി ചെല്ലണമേ. അവരെ ആശ്വസിപ്പിക്കണമേ. കർത്താവെ, നിൻ്റെ വലിയ സമാധാനവും സ്നേഹവും സൗഖ്യവും എല്ലാവരുടെ മേൽ നിറയട്ടെ. ഇപ്പോഴും എന്നും എന്നേക്കും സകല സ്തുതിയും മഹത്വവും ആരാധനയും അങ്ങേക്ക് മാത്രം. ആമേൻ.